നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയുടെ പേരിൽ നടന്ന തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. 2017 തന്ത്രിക്ക് കൈമാറിയ വാജിവാഹനത്തിന് പിന്നാലെയും അന്വേഷണവുമായി SIT. സ്വർണ്ണപ്പാളി കൊണ്ടുപോയി ആന്ധ്രയിലും കർണാടകയിലും ക്ഷേത്രങ്ങളിലും വ്യവസായികളുടെ വീട്ടിലും പ്രദർശിപ്പിച്ചതുപോലെ വാജിവാഹനവും ഹൈദരാബാദിൽ എത്തിച്ചിരുന്നുവെന്ന വിവരമാണ് സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന SITക്ക് ലഭിച്ചത്. കാനം NE ബാലറാം സ്മാരകങ്ങൾ CPI അപേക്ഷകളിൽ തീരുമാനമായില്ല. ഇപ്പോഴത്തെ വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് ഇത് ഹൈദരാബാദിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചതെന്ന വിവരത്തിലാണ് SIT വ്യക്തത തേടുന്നത്. ഇതിനായി തന്ത്രി രാജീവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. പുതിയ കൊടിമരം സ്ഥാപിച്ചതിന് പിന്നാലെ പഴയ കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം അന്നത്തെ ദേവസ്വം ബോർഡ് തന്ത്രിക്ക് കൈമാറിയിരുന്നു. വാജിവാഹനം പ്രദർശിപ്പിച്ച് പാരിതോഷികം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണം. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യും. വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് നിയമാനുസൃതമല്ലെന്നും റിപ്പോർട്ടുകളും പുറത്തുവന്നു. ദേവസ്വത്തിന്റെ സ്വത്തായ വാജിവാഹനം ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണെന്നും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ടതാണെന്നുമുള്ള മുൻ ദേവസ്വം ബോർഡ് സർക്കുലറുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. വാജിവാഹനം ഉപയോഗിച്ച് പണമുണ്ടാക്കി എന്നതിൽ പുതിയ കേസിന് സാധ്യത നോക്കുകയാണ് SIT. വാജിവാഹനം കൈമാറിയ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി എടുക്കേണ്ടി വരുമെന്ന സൂചനയും SIT നൽകുന്നുണ്ട്. ശബരിമലയിലെ കൊടിമരം മാറ്റി സ്ഥാപിച്ചത് പഴയ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രി വീട്ടിൽ കൊണ്ടുപോയതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം കോൺഗ്രസിലേക്ക് എത്തുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ശബരിമലയിലെ കൊടിമരം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി മാറ്റിയ വാജിവാഹനം തന്ത്രിക്ക് സമർപ്പിച്ചത് ചട്ടവിരുദ്ധമെന്ന് വ്യക്തമാക്കുന്ന ഉത്തരവ് പുറത്തായതോടെ കോൺഗ്രസ് വെട്ടി. കോൺഗ്രസ് നേതൃത്വത്തിലെ ബോർഡ് ഭരണസമിതിയാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. ഇത് വിവാദമായതോടെ കീഴ്വഴക്കമനുസരിച്ചാണ് വാജിവാഹനം കൈമാറിയതെന്ന് വിശദീകരിച്ച അന്നത്തെ ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ രംഗത്തെത്തിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവാണിപ്പോൾ പുറത്തുവരുന്നത്. ശബരിമലയിലെ ഭൗതിക വസ്തുക്കൾ ദേവസ്വം ബോർഡ് സ്വത്തായി സൂക്ഷിക്കണമെന്നാണ് 2012 ഉത്തരവിൽ പറയുന്നത്. വാജിവാഹനം തന്ത്രിക്ക് കൈമാറാൻ വ്യവസ്ഥയില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ശബരിമലയിലെ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും പഴയ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രി വീട്ടിൽ കൊണ്ടുപോയതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം കോൺഗ്രസിലേക്ക് എത്തുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. 2017 മാറ്റി സ്ഥാപിച്ച കൊടിമരത്തിന്റെ വാജിവാഹനമാണ് 2019 തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. തന്ത്രി അറസ്റ്റിലായതിനു പിന്നാലെ കഴിഞ്ഞ ആഴ്ചയാണ് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം വാജിവാഹനം കണ്ടെത്തിയത്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിൽ അജയ് തറയിൽ അംഗമായിട്ടുള്ള ദേവസ്വം ബോർഡായിരുന്നു വാജിവാഹനം സൂക്ഷിക്കേണ്ടിയിരുന്നത്. എന്നാൽ അത് തന്ത്രി കണ്ഠരര് രാജീവർ കൊടുത്തുവിടുകയായിരുന്നു. വാജിവാഹനം കൊടുത്തുവിട്ടത് തന്ത്രി വിധിപ്രകാരമായിരുന്നു, ആന്തരിക വിധിപ്രകാരമായിരുന്നു എന്ന് പ്രതികരിച്ച അജയ് തറയിൽ ഉത്തരവിനെ കുറിച്ച് അറിയില്ലെന്നും തന്ത്രിക്ക് കൈമാറിയതിൽ തെറ്റില്ലെന്നുമാണ് വിശദീകരിക്കുന്നത്. എന്നാൽ നിയമപരമായ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ അജയ് തറയലിന് കുരുക്കായേക്കും. 1971 നിർമ്മിച്ച കൊടിമരം ചിതലരിച്ചെന്ന് പറഞ്ഞാണ് 2017 മാറ്റി സ്ഥാപിച്ചത്. തേക്കിൻ തീർത്ത സ്വർണം പൊതിഞ്ഞ കൊടിമരമാണ് സ്ഥാപിച്ചത്. വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പഴയ കൊടിമരത്തിലെ അഷ്ടദിക്പാലകരെ കണ്ടെത്താൻ ഇതുവരെ SIT കഴിഞ്ഞിട്ടില്ല. പഴയ കൊടിമരം മാറ്റാൻ തീരുമാനിച്ച UDF സർക്കാരിന്റെ കാലത്തെ ഇടപെടലുകളും ഉന്നത ബന്ധങ്ങളും SITയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ശബരിമലയിലെ വാജിവാഹന കൈമാറ്റത്തിൽ തന്ത്രിക്കും മുൻ ദേവസ്വം ബോർഡിനും കുരുക്കായി 2012 ഉത്തരവ്. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലെന്നാണ് ഉത്തരവ് വ്യക്തമാക്കുന്നത്. ഭൗതിക വസ്തുക്കൾ ദേവസ്വം സ്വത്തായി സൂക്ഷിക്കണം. ഇവ തന്ത്രിക്ക് കൈമാറാമെന്ന വ്യവസ്ഥ ഉത്തരവിലൂടെ മാറ്റുകയായിരുന്നു. അതേസമയം വാജിവാഹനം കൊടുത്തുവിട്ടത് താന്ത്രിക വിധി പ്രകാരമെന്ന് ബോർഡ് അംഗമായിരുന്ന അജയ് തറയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. 2012 ഉത്തരവിനെ പറ്റി അറിയില്ലെന്നും തന്ത്രി കൊടുത്തതിൽ തെറ്റില്ലെന്നുമാണ് അജയ് തറയിൽ പറയുന്നത്.